ഇപ്പൊ സാർ ശരിക്കും രാഷ്ട്രീയത്തിലേക്കല്ല പണ്ട് അപ്പനെങ്ങാണ്ട് അച്ഛനാക്കാൻ വിട്ടെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. സത്യമാണോ? അത് പഠിക്കുന്നത് UP പഠിക്കുന്നതാണ്. ചരിത്ര ഞാൻ ഈരാറ്റുപേട്ട പഞ്ചായത്തിൽ ജനിച്ച ആളാണ്. ഈരാറ്റുപേട്ട പഞ്ചായത്താണ്. അവിടെ ഉള്ളൊരു സ്കൂളാണ് അരുവിത്ര സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ. അവിടെയാണ് ഞാൻ UP ഹൈസ്കൂളൊക്കെ പഠിച്ചത്. അപ്പോൾ UP സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് ഈ ആളുകളെ ഈ പിള്ളേരെ അച്ഛനാ കൊണ്ടുപോകുന്ന ഇടമാണ്. അതിനവിടെ തിരുപ്പത്തൂർ മിഷൻ എന്ന് പറയും. അവിടെ ഈ വലിയ സായിപ്പച്ചന്മാരെ ഈ സായിപ്പച്ചന്മാരെ അവിടെ രണ്ടുപേരും വന്ന് ഇങ്ങനെ എല്ലാ ക്ലാസ്സിലും കയറിയിട്ട് സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്ത് എന്നെ തന്നെ അത് വർഷക്ക് മുമ്പ് ചരിത്രമാണ്. ഞാനെന്നിട്ട് പോകാൻ തീരുമാനിച്ചു. അതായത് അച്ഛനയക്കാൻ തീരുമാനിച്ചേ. ആ സഭയുടെ നഷ്ടം ചേർന്നിരുന്നേല് ഞാൻ ചെയ്തത് നല്ലൊരു മെത്രാനുണ്ടായെന്ന് എൻ്റെ വിചാരം. ശരി. പിന്നെ എന്നാ പറ്റി? അത് പിന്നെ അതൊന്നും അത് പറഞ്ഞ ഒരു തമാശ, അത് പറയണ്ടെന്ന്. ഞാൻ പോകാൻ തീരുമാനിച്ച് പോകുന്നതിന് തലേദിവസം വേണ്ടെന്ന് വെച്ചു. തലേന്നോ? അപ്പൊ എല്ലാ ഒരുക്കങ്ങളൊക്കെ ആയില്ലേ? ഒരുക്കം ഡ്രസ്സെല്ലാം മേടിച്ച് പോകാൻ തയ്യാറാക്കി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് അപ്പനെ കൊണ്ട് വിടണം എന്നാണ്. അവിടെ അച്ഛന്മാർ കൊണ്ടുപോകും. അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തു. പെട്ടി വാങ്ങി, ഷർട്ട്, പാൻറ്റ്. അന്ന് ചെറിയ പാൻറ്റൊക്കെ വേണം. അത് ഞങ്ങളായിട്ട് പാൻറ് ഇല്ല. അതൊക്കെ ഉണ്ടാക്കിച്ചു. എല്ലാം റെഡിയായി പോയപ്പോൾ ഞാൻ സത്യത്തിൽ പല കാര്യങ്ങളുണ്ട്. പോണം കഴിഞ്ഞ അവസാനം പോകണ്ടെന്നായി. നല്ല വിശേഷം. എന്തായാലും നമുക്ക് കഴിച്ചുകൊണ്ട് വർത്താനം പറയാവേ. സർ, ഞങ്ങളുടെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് സർ? ആത്മാർത്ഥമായിട്ട് പറയാൻ പാടാ, നന്നായി. നല്ല മീനാണ്. അപ്പം നന്നായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്സംഗം കളിപ്പിക്കുകയല്ല, സത്സംഗം. ചേച്ചി പറഞ്ഞ പോലെ ശരിക്കും വായിക്ക് രുചിയുള്ള ഭക്ഷണത്തെ കഴിക്കുമ്പോൾ തന്നെ കറക്റ്റ് അഭിപ്രായങ്ങൾ സർ പറയുന്നു പറഞ്ഞ പോലെ തന്നെ. അരപ്പം നന്നായിരിക്കുന്നത് ഞാൻ നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കി. താങ്ക് യു. അച്ഛൻ്റെ കഥ ബാക്കി പറയോ? അത് കേൾക്കാൻ ഇത്ര നല്ല രസമുണ്ട് കേൾക്കാൻ. മഴ അതെന്നാന്നറിയാം, ഞാൻ അന്ന് പഠിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, അന്ന് എൻ്റെ വീടിനടുത്ത് ഒരു വില്ലേജ് താമസമുണ്ട്. ഞങ്ങളുടെ മകൾ ഒരു ശോഭയുണ്ട്. ഈ ശോഭയെ ഞാൻ ഈ പോകാൻ വേണ്ടി എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് നടക്കാൻ ഞാൻ പോകണത് ആത്മാർത്ഥത്തിൽ പോകാനായിരുന്നു. ഞാൻ വീടിനടുത്ത് ഒരു വാടകയ്ക്ക് ഒന്ന് താമസിക്കുക, ഒട്ടുകാപ്പള്ളിക്കാരുടെ സ്ഥലത്ത്. ഈ കൊച്ചു 7ാം ക്ലാസ് വന്ന് ഞാൻ പറയുന്നത്. അന്ന് പ്രേമൊന്നുമില്ല, മനസ്സിൽ വലിയ ഇഷ്ടമായി. അപ്പം ഇവള് പറഞ്ഞ് പോകുന്നുണ്ടോ? ഞാൻ പോവാന്ന് പറഞ്ഞു. ഒറ്റ കരച്ചിലോ. അപ്പഴീ പോകണ്ടെന്ന് തോന്നുന്നു, സത്യം പറയും. പക്ഷെ പോവാൻ തീരുമാനിച്ചു വെച്ചേക്ക് പോവാൻ. ഞാനിങ്ങനെ മനപ്രയാസത്തിലായി. ഞാൻ വീട്ടിൽ പോയി ഇങ്ങനെ ചിന്തിക്കുക, പോകണ്ടോ ഇങ്ങനെ വലിയ. അപ്പൊ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പം വൈകുന്നേരം ആയപ്പം എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠനുണ്ട്, ദേശീയ അച്ഛൻ എന്ന് പറയും, പേരപ്പൻ ഞങ്ങൾ പറയാം. ദേശീയ പേരപ്പൻ വീട്ടിൽ വന്നു. അപ്പോൾ ഞാനൊന്ന്, നീ എപ്പോഴാണ് പോകുന്നത്? ഞാൻ നാളെ പോകാമെന്ന് പറഞ്ഞു. ആരടാ ഇത് നിശ്ചയിച്ചത്? ഞങ്ങളെല്ലാവരും അപ്പനെല്ലാം കൂടെ നിശ്ചയിച്ചത്. അപ്പോൾ എൻ്റെ അമ്മയെ വിളിച്ചു, മറിയാമ്മ എന്നൊറ്റ വിളിയാ. ചേച്ചി ഞങ്ങൾ ചേച്ചി ഓടി വന്നു. ഇവനെ അച്ഛനാകുമ്പോഴാൻ നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു, പേരപ്പൻ. അപ്പോൾ എനിക്ക് ചിരി വന്നു. കുഴപ്പം വരുന്നുണ്ടല്ലോ. യാതൊരു കാരണവശാലും ഈ പ്രായത്തിൽ പിള്ളേരെ അച്ഛനാകാൻ പാടില്ല. 10ാം ക്ലാസ്സെങ്കിലും പാസ്സായി കഴിഞ്ഞ് അവന് പോണെങ്കിൽ പൊക്കോട്ടെ, അതുവരെ വിടാൻ പാടില്ല. സത്യം പറഞ്ഞ മനസ്സിനകത്തൊരു ലഡു പൊട്ടിയല്ലേ. അപ്പൊ എനിക്ക് ചിരിയോട് ചിരി. വൈദ്യന്റെ രീതി രോഗി ഇച്ഛിച്ചത് വൈദ്യം ഒന്നതന്നെ. അപ്പൊ ഇത് ചേച്ചിക്ക് അറിയാവോ വീട്ടിൽ ഈ കഥ? ഞാൻ എല്ലാവരോടും പറയുന്നത്, എനിക്ക് ഒളിച്ചേച്ചോളൊന്നുമില്ല, ഉളക് പറഞ്ഞു. പലരോട് ചെന്ന് ഉള്ളതിൽ ഒരു തവണ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. എനിക്ക് മനസ്സിൽ തോന്നി ഞാൻ ഉപദേശിച്ച, മറ്റെല്ലാവരും ഒന്നും ഉപദേശം കേൾക്കുന്നല്ല. കേൾക്കാൻ ഏറ്റവും നല്ലൊരു മനുഷ്യൻ എന്ന രീതി. ദിവസം ട്രെയിൻ വെച്ച് പുള്ളി എന്നോട് അദ്ദേഹം, ഞാനൊരു കേരള ശുദ്ധ ഇൻ്റർവ്യൂ ആണ്. കർണാടകന് ഭയങ്കര ബഹുമാനം. എനിക്ക് ഇപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് അദ്ദേഹം. കർണാടകനെ രൂക്ഷമായി ആക്രമിച്ചുകൊണ്ട് ഞാനൊരു ഇൻ്റർവ്യൂ ആണ്. ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ ആൻ്റണി AK അദ്ദേഹം ഓടി പോകുന്നു. ഞാൻ അദ്ദേഹത്തെ സ്തുതി ചെല്ലിച്ച് അപ്രഭ ചെയ്തു.
അപ്പോൾ എൻ്റെ സീറ്റിൻ്റെ അടുത്ത് ആരുമില്ല, ചെയറാണ്. കേൾക്കാൻ്റെ അടുത്ത് അവിടെ വന്നു നോക്കിയാൽ പുള്ളി ഈ കേണ്ട ശബ്ദം ഇരിപ്പുണ്ട്. ജോറി പറഞ്ഞു കാണാം ഇതൊക്കെ. ഞാൻ ചേട്ടാ പറഞ്ഞു തന്നു, വേണ്ടായിരുന്നു. ഞാൻ സത്യമാണ് പറഞ്ഞിരിക്കുന്നത്, സത്യം എല്ലായ്പ്പോഴും പറയണമെന്നില്ല. അത് വലിയൊരു പാഠമാണ്. പക്ഷേ ആ പാഠം ഞാൻ ഉൾക്കൊണ്ടില്ലെന്നുള്ള എൻ്റെ തെറ്റ്. സത്യം പറയുക, സത്യമല്ലേ. അത് എന്നോട് പറഞ്ഞു, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാ സത്യവും എപ്പോഴും പറയണ്ട, പറയുന്നത് രാജ്യത്തിനോ വ്യക്തിക്കോ സ്വന്തമായോ ഗുണകരമാവില്ല എന്ന്. എത്ര വലിയൊരു ഉപദേശം ഏക്കാൻ ഞാൻ തന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും. സത്യം അന്ന് അദ്ദേഹം പറഞ്ഞ ഉപദേശം കേട്ടിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അല്ല. പക്ഷെ വേറെ കാര്യമാണ്, പക്ഷെ എനിക്കിങ്ങനെ ആകാൻ കഴിയും. പിന്നെ ഞാൻ അതാ. പക്ഷേ ഈ എല്ലാം ഒന്നും പുറത്ത് പറയണ്ട എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ഗുണം കിട്ടുന്നില്ല. പബ്ലിക് ഗുണം കിട്ടി കൊള്ളാം, ഗുണം കിട്ടുന്നില്ല, ഇങ്ങനെ പോവല്ലേ. അതുകൊണ്ട് കാര്യമില്ലല്ലോ, അവരും ഒന്നും ചെയ്യാൻ പ്രവൃത്തി പദത്തിൽ വരാൻ കഴിയില്ല അവർക്ക്. അപ്പം നമുക്ക് അത് വളരെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്.